എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം. ഹബക്കൂക്ക് 3:2. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുൻപേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സാധ്യതകളുടെ പുതിയ ഒരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മളെ എത്തിച്ചിരിക്കുന്നു. നമ്മൾ വായിച്ച വേദഭാഗം ഇംഗ്ലീഷ് വിവർത്തനത്തിൽ KJV പറയുന്നു, ആണ്ടുകൾ കഴിയും മുൻപേ എന്നുള്ളതിന് ആണ്ടുകളുടെ മധ്യത്തിൽ എന്നതാണ്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഇയേഴ്സ്. ഹബക്കൂക്ക് പ്രവാചകന് ദൈവത്തോട് പ്രത്യേകമായി ആവലാതി പറയാനുണ്ടായിരുന്നു എന്ന് ഇതിൽ വ്യക്തമാണ്. 1-ാം അധ്യായത്തിൽ മുഴുവൻ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിലുള്ള അനീതിയെക്കുറിച്ച് പ്രവാചകൻ സൂചിപ്പിക്കുന്നു. 2:1 ദൈവത്തിൻ്റെ മറുപടിക്കായി ദേവാലയത്തിൽ ആവലാതി പറഞ്ഞ് കാത്തിരിക്കുന്നതായി കാണുന്നു. അദ്ദേഹം കാത്തിരുന്നപ്പോൾ ദൈവം മറുപടി കൊടുത്തു. 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാം. തുടർന്ന് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ മനോഹരമായൊരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതായി കാണുന്നു. ആ പ്രാർത്ഥനയുടെ തുടക്കത്തിലെ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ചുറ്റും നടക്കുന്ന അനീതിയും അതിക്രമവും കണ്ട് മനസ്സ് മുഷിഞ്ഞും മടുത്തും പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിങ്കൽ നിന്ന് മറുപടി കിട്ടി. ആ സമയത്ത് ദൈവം അവൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി കൊടുത്തു. അതായത് തൻ്റെ ജീവിതത്തിലും ചില വ്യതിയാനങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ആയുസ്സിനും ജീവിതത്തിനും പ്രവർത്തനത്തിനുമൊക്കെ ഒരു ആരംഭവും അവസാനവുമുണ്ട്. ആണ്ടുകളുടെ മധ്യത്തിൽ ഒരു നിർജീവാവസ്ഥ വന്നു ഭവിച്ചോ എന്നാണ് ഒരു സംശയം ഉദിക്കുന്നത്. അതുകൊണ്ടാണ് ആണ്ടുകളുടെ മധ്യത്തിൽ ജീവിപ്പിക്കണമേ, വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. നല്ല തുടക്കത്തിൽ ജീവിതങ്ങൾ മുൻപോട്ട് പോയി കുറേ കാലം കഴിയുമ്പോൾ എല്ലാം ഒരു ദിനചര്യ പോലെ യാന്ത്രികമാകാനുള്ള സാധ്യത ഉണ്ട്. ജീവനില്ലാത്ത പ്രാർത്ഥനകളും പ്രവൃത്തികളുമായി ഒരു മെല്ലെ പോക്ക് തന്നെ സംഭവിച്ചു. വിശ്വാസത്തിൻ്റെ ധൈര്യം നഷ്ടപ്പെട്ടു. സ്നേഹത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെട്ടു. സമർപ്പണത്തിൻ്റെ തീവ്രത നഷ്ടപ്പെട്ടു. പ്രവർത്തനങ്ങളുടെ ആത്മാർത്ഥത നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട ഒരു നിർജീവാവസ്ഥ ആത്മീക ജീവിതം അല്ലെങ്കിൽ അങ്ങനെ അതിലെത്തി. വെറും യാന്ത്രികമായ ഒരു നല്ല ശീലം പോലെ ആത്മീയ ജീവിതം മാറിപ്പോയി. അപ്പോഴാണ് ദൈവാത്മാവ് ഈ പ്രാർത്ഥന പ്രവാചകന് കൊടുക്കുന്നത്. ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ്. നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ആത്മാവ് നമുക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഇത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, എൻ്റെ ജീവിതകാലം ഇനിയുമുണ്ട്, കാലം ഇനിയും തീർന്നിട്ടില്ല, ആണ്ടുകൾ അവസാനിച്ചിട്ടില്ല, ഇപ്പോഴേ ഞാൻ നിർജീവനായി പോകാൻ പാടില്ല, ദൈവമേ എന്നെ ജീവിപ്പിക്കണമേ എന്നാണ് ഈ പ്രാർത്ഥന. ജീവിപ്പിക്കാൻ അധികാരവും പ്രാപ്തിയുമുള്ളവൻ ഒരേ ഒരുവൻ മാത്രമാണ്. അത് മരണത്തെ ജയിച്ച് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമാക്കിയ യേശു കർത്താവ് മാത്രം. അവിടുന്ന് മാത്രം ജീവിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ
പരിശുദ്ധാത്മാവിനാൽ ജീവിപ്പിക്കുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യത്തിൽ കാണുന്നു. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ചത്തുപോയ കോശങ്ങളെ ജീവിപ്പിക്കാൻ ദൈവാത്മാവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഉണങ്ങി വരേണ്ട നിർജീവമായ ആത്മീയ അവസ്ഥകളെ ജീവിപ്പിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം കൂടി ആവശ്യമാണ്. എസ്കൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ഉണങ്ങി വരണ്ട അറപ്പുള്ള അസ്ഥികൂടങ്ങൾ നിറഞ്ഞ താഴ്വരയിൽ കൂടി ദൈവം പ്രവാചകനെ ചുറ്റി ചുറ്റി ഇങ്ങനെ നടത്തിയെന്ന് കാണുന്നു. ആ അസ്ഥികൂടങ്ങളോട് ദൈവകൽപ്പന പ്രകാരം പ്രവചിച്ചുകൊണ്ടിരുന്ന പ്രവാചകൻ ആ അസ്ഥികൂടങ്ങൾ ത്വക്ക് പൊതിഞ്ഞ് നിർജീവങ്ങളായ മനുഷ്യരൂപങ്ങളായി മാറുന്നത് വരെ അതിൻ്റെ സാക്ഷിയായി. എന്നാൽ അവയ്ക്ക് ജീവൻ പ്രാപിച്ചത് 4 ഭാഗത്തു നിന്നും പ്രവാചകന്റെ കൽപ്പന പ്രകാരം കാറ്റ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വീശിയപ്പോഴാണ്. ദൈവാത്മാവിൻ്റെ സ്പർശനത്തിൽ ഉണങ്ങിയ അവസ്ഥ മാറും. അതുമാത്രമല്ല, ഉണങ്ങിയ അവസ്ഥയ്ക്ക് പകരം വേരൂന്നി തളിർത്ത് പൂത്ത് ഫലം കായ്ക്കുന്ന അവസ്ഥയാണ് സംഭവിക്കുന്നത്. ഉണങ്ങിയ അസ്ഥികൾ ഒന്നൊന്നായി ചേർന്ന് ജീവനുള്ള ദേഹിയായി ഒരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു എന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ട് ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മടങ്ങി വരാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വചനവും ആത്മാവും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. ചില വാഗ്ദത്തങ്ങൾ ഇതിന് ഉപോദ്ബലമായി നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാം. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. 119-ാം സങ്കീർത്തനത്തിൻ്റെ 25-ാം വാക്യമാണ്. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. 119-ാം സങ്കീർത്തനത്തിൻ്റെ 50-ാം വാക്യം. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ, ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദയ മാറ്റമില്ലാത്തത്, അതെന്നും പുതിയതാണ്, നിരന്തരമാണ്. ആകാശത്തോളം ഉയർന്നത് എന്നിങ്ങനെയൊക്കെ നമുക്ക് ദൈവ ദയയെ വിശേഷിപ്പിക്കാം. ഉണങ്ങിയ അസ്ഥിക്കൂട്ടങ്ങൾ ജീവൻ പ്രാപിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിച്ചപ്പോഴാണെങ്കിലും മനുഷ്യരൂപം വന്നത് അവയോട് പ്രവാചകൻ ദൈവവചനം പ്രവചിച്ചപ്പോഴാണ്. ദൈവവചനത്താൽ രൂപവും ഭാവവും ജ്ഞാനവുമൊക്കെ മികവുള്ളതായി മാറും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടിയാവുമ്പോൾ പൂർണ്ണമായും മനോഹരമായ അവസ്ഥയിലെത്തും. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉണങ്ങിയ അനുഭവങ്ങളെയും അവസ്ഥകളെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താലും ദൈവവചനത്തിൻ്റെ ആധികാരികതയാൽ മാറ്റിമറിക്കാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മൾ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും ഒന്നും ലഭിക്കാതെ നിർജീവമായ അനുഭവങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മെ ജീവനുള്ള ദേഹികളായി കാലൂന്നി നിൽക്കാൻ തക്ക പ്രാപ്തി നൽകുന്നു. അതിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യാം.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ നിർജീവമായ അനുഭവങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലും ദൈവവചനത്തിൻ്റെ അധികാരത്താലും ഞങ്ങൾക്ക് നൽകുന്ന ജീവൻ്റെ അനുഭവത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയും കരുണയും അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾ ദുഃഖിച്ചും പ്രയാസപ്പെട്ടും സങ്കടപ്പെട്ടും നിരാശയോടും കൂടെ ഇരിക്കുമ്പോൾ ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിച്ച കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവവചനത്തിൻ്റെ ശക്തിയും നൽകി ഞങ്ങളെ പുനർജീവിപ്പിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങളെ എല്ലാവരെയും നിർത്തിക്കൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണകളുടെയും ദയയുടെയും പുതിയ അനുഭവങ്ങൾ നൽകി കർത്താവ് എല്ലാവരെയും കാത്ത് സൂക്ഷിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.